ഈ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു കാര്യം നടത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതാരായിരിക്കും? നമ്മുടെ വീട്ടിലോ? ഒരാളെ പറഞ്ഞ് ഒരു കാര്യം കൺവിൻസ് ചെയ്ത് ഒന്ന് ചെയ്യിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അത് ആരെയും കൊണ്ടായിരിക്കും? അങ്ങനെ ഇത് ബുദ്ധിമുട്ടെന്നുള്ളതല്ല. ഒത്തിരി പ്രാവശ്യമായിട്ട് ഈ നല്ല വശവും ചീത്ത വശവും ഡിസ്കസ് ചെയ്യുന്ന ആള് രാജുവാ. ആണല്ലേ? അമ്മ എന്റെ കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞ് അതിപ്പോ നിസ്സാര ഒരു ജോലിക്കാരുടെ കാര്യമാണെങ്കിലും പറയും. സൂക്ഷിച്ച് ചെയ്യണം. അത് വളരെ എന്നോട് മാത്രമേ പറയത്തുള്ളൂ. മല്ലികമ്മയുടെ ഇന്റർവ്യൂസ് കണ്ടിട്ട് സജഷൻ പറയുന്ന ആരായിരിക്കും? അമ്മ ഇത് ഇങ്ങനെ അങ്ങനെ പറയണ്ടായിരുന്നു അത് രണ്ടുപേരും പറയും. ആണോ? അമ്മയിട്ട് കറക്കുവേ പലതും ചോദിച്ചു എല്ലാം കാണും. പറയും അമ്മയായിരിക്കും ഈ ട്രോളർമാരുടെ. അപ്പൊ ഞാൻ പറയടാ അതിൽ സങ്കടമുള്ള അമ്മയാണെങ്കിൽ പോരെ പറയാതിരിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയുമ്പോൾ ട്രോൾ ചെയ്യുന്നൊക്കെ ഇരിക്കും. അത് അവരുടെ വരുമാനം. ഞാൻ ഇതിനകത്ത് കാശൊന്നും വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് സാരമില്ല. പക്ഷേ അമ്മയ്ക്ക് ഇന്നതുപോലെ അതിനൊരു ഉത്തരം പറയണമെന്ന് തോന്നിയാൽ ഞാൻ പറയും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ 2 മക്കളും ഞാൻ അന്ന് ഈ എമ്പുരാൻ്റെ ഒരു ഇഷ്യൂ വന്നല്ലോ, മേജറും ഒക്കെ ആയിട്ട് പ്രാന്തിയൊക്കെ ആയിട്ട് ഒരു സംഭവം വന്നിട്ട് ഞാനത് ആദ്യമായിട്ട് എന്നോട് ഞാൻ നിങ്ങളെല്ലാവരും കൂടെ കിടന്ന് വിളിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചാനലിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു മിക്ക ചാനലും പറഞ്ഞു. പക്ഷെ അന്ന് ഏഷ്യാനെറ്റിൽ അവസാനം ആ ന്യൂസ് എൻഡ് ചെയ്തത് എനിക്ക് സത്യത്തിൽ അതാരായിരുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാം സംഭവിച്ചെങ്കിലും ആ ഒരു കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പൃഥ്വിരാജിൻ്റെ അമ്മ മാത്രമേ വന്നുള്ളൂ മുന്നോട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു.